നടക്കും തോന്നുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഇത് 3rd ലെവലാണ്. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും. എന്താ വർക്കിന് ഇന്ന് ചെയ്യുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ ഒരു ഈവനിങ് വ്ളോഗാണ്. പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈവനിങ് വ്ളോഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എത്രയോ ആയി നമ്മളൊരു ഈവനിങ് വ്ളോഗാണെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും സ്റ്റഡി വ്ളോഗാണെങ്കിലും ഒക്കെ ചെയ്തിട്ട്. ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിപ്പം ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും നാളെ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന്. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ എന്നോടത് മറന്നു പോകും. രാവിലെ അല്ലെങ്കിൽ കുറച്ച് ഹറി ബറി ആയിട്ടേക്കും പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫും കൂടെ എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടാറില്ല. പിന്നെയാണെങ്കിൽ സ്റ്റഡി വ്ളോഗിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്ന് പഠിക്കാൻ മാത്രമൊന്നും എനിക്കില്ല. എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവും, അതിരുന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. അതുപോലെ നമ്മുടെ ജേർണലിംഗ് സീരീസിനെ പറ്റിയ ഒരു ക്ലാരിറ്റി ഇതുവരെ ഇങ്ങനെ ആർക്കും ആയിട്ടില്ല. കാരണം ഒരു ടൈമിൽ ഞാൻ ജേർണലിംഗ് സീരീസ് എന്ന് പറഞ്ഞ് കൺസിസ്റ്റൻ്റായിട്ട് കറക്റ്റായിട്ട് ഡെയിലി 2 ഷോർട്സ് ഇട്ട് പോയ ഒരാളാണ്. ഒരു ടൈം എത്തിയപ്പോൾ ഞാൻ ഒരു 2 ദിവസത്തെ ബ്രേക്ക് പറഞ്ഞു പോയി. പിന്നെ ആ ഒരു ബ്രേക്ക് 2 ദിവസം കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, എന്നിട്ടൊന്നും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുക, ജേർണലിംഗ് സീരീസ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 1, 2, 3 വീഡിയോ അപ്ലോഡ് ചെയ്തോന്ന് എനിക്കറിയില്ല. 3 ഷോർട്സോ എന്തോ ഞാൻ ജേർണലിംഗ് സീരീസ് റീസ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. വീണ്ടും ഞാൻ പഴയ പോലെ അപ്ലോഡ് ചെയ്യാത്ത രീതിക്ക് എത്തി. അതെന്താണെന്ന് ചോദിച്ചാൽ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ നല്ല ബിസിയായി. ബിസി എന്ന് വെച്ചാൽ ബിസിയാണ്, എന്നാലും ടൈമുണ്ട്. കിട്ടുന്ന ടൈമിൽ ഞാൻ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കിട്ടുന്ന ടൈം റെസ്റ്റ് എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ഷോർട്സ് അങ്ങനെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയത്. കിട്ടുന്ന ടൈമിന് ജേർണലിങ്ങിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്സും പോവും, ഈ ഒരു ബുക്കും കംപ്ലീറ്റ് ആവുന്നു. ഈ ബുക്ക് എനിക്ക് ഈ വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ജേർണൽ ന്യൂ ഇയർ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ഉഴപ്പിപ്പോകുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കണം, നല്ല പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും നോക്കാണ്ട്. ഇപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ മടിയുണ്ട്, എന്നിട്ടും ഈവനിങ് വ്ളോഗ് ചെയ്യണം. എന്തായാലും എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതും കൂടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കുറച്ച് ഇങ്ങനായിട്ട് ചെയ്യാൻ നോക്കുകയാണ്. അതൊക്കെയാണ് എനിക്ക് ജേർണലിംഗ് സീരീസിനെ പറ്റി പറയാനുള്ളതും. പിന്നെന്താ സ്റ്റഡി വ്ളോഗിനെ പറ്റി പറയാനുള്ളതും. ഡേ ഇൻ മൈ ലൈഫ് എന്താ എടുക്കാത്തത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളതും. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്താ പറയുക, എന്നോട് മറന്നു. അങ്ങനെ മൊത്തം പ്രശ്നമാണ്. പക്ഷെ നമുക്കിതൊക്കെ പരിഹരിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ലോങ് വീഡിയോ ചെയ്യാനുണ്ടെന്ന്. അതെന്ത് വീഡിയോ ആണെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ഗസ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ അത് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഡിസംബർ ലാസ്റ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അത്രയ്ക്കാണ്. ഇനിയിപ്പോൾ ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞ് ഈവനിങ് വ്ളോഗ് ഇന്നെന്തൊക്കെ അപ്പോൾ ഉള്ളത്, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതുണ്ട്. പിന്നെ ഇപ്പം ഞാൻ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ. കുളിച്ച് വന്ന് ഹെയർ ഡ്രൈ ആയി. ഇപ്പം നമുക്ക് ചായ കുടിക്കണം. ചായ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. രാവിലെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം എനിക്ക് ചായ നിർബന്ധമാണ്. പക്ഷെ ഇപ്പം കുറേ ആയിട്ട് ചായ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കോഫി എപ്പോഴാണ് ഞാൻ കുടിക്കുകയെന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് മറ്റേ കട്ടൻ കാപ്പിയില്ലേ, അത് കുടിക്കും. അത് ഞാനിപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റോപ്പ് ചെയ്യണം. അതൊന്നും അത്ര നല്ലതല്ല. ഇതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഞാൻ ഇപ്പോൾ എടുത്ത 2 ക്ലിപ്പായിട്ടാണ് ഞാൻ ഇപ്പം കഴിഞ്ഞ് നിങ്ങൾ കണ്ട 2 വീഡിയോ എടുത്തത്. അപ്പം ഞാനിങ്ങനെ നോക്കുക, അതൊന്ന് നോക്കിയെന്ന് വെച്ചാൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാനങ്ങനെ ബോധേഡായിട്ട് അങ്ങനെ ഒന്നുകൂടി ടേക്ക് എടുക്കാമെന്ന് പറഞ്ഞൊന്നും എടുക്കുന്നില്ല. ഞാൻ തിങ്സ് ടു ഡു വെൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ 2nd എപ്പിസോഡിൻ്റെ ഇൻട്രോ പോലെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ ഞാൻ മിനിമം 15 ടേക്ക് എടുത്തിട്ടുണ്ട്.
15 ടേക്ക്. ഞാനിങ്ങനെ പറയും, എന്നിട്ട് ഞാൻ നോക്കും, എനിക്ക് ഇഷ്ടമായില്ല, അപ്പം ഞാനത് പോക്കും, പിന്നെ എടുക്കും. അങ്ങനെ മിനിമം 15, അതിൽ കൂടിയുള്ളൂ, അത്ര എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എടുത്ത വീഡിയോ ഞാൻ അങ്ങനെ കുറേ ഒന്നും നോക്കി എടുത്തിട്ടില്ല, എന്താ അറിയില്ല. അങ്ങനെ നന്നായിട്ടുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ നന്നായിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇനിയും റീടേക്ക് എടുക്കാൻ നിന്നാൽ ഈവനിങ് കഴിഞ്ഞ് നൈറ്റ് ആവും, പിന്നെ ചായ ഒന്നും കുടിക്കാനുള്ള ഒരു ടൈം കിട്ടൂല. അപ്പം നമുക്ക് എന്തായാലും ചായ കുടിക്കാം. ഞാൻ ഇപ്പോൾ ഒരു ബുക്കിൽ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ദാ ഈ ഒരു ബുക്കിലാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയത്. ഈ ഒരു ബുക്ക് ഞാനിപ്പോൾ എടുത്തിട്ട് കുറേ നാളായി എന്ന് പറയുമ്പോൾ മാസങ്ങളായി. പണ്ടത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഈ ഒരു ബുക്കിലാണ് ഞാൻ ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. എന്ത് വീഡിയോ തുടങ്ങുമ്പോഴും എനിക്കൊരു പ്ലാൻ വേണം. ആ പ്ലാനൊക്കെ ഞാൻ ഈ ഒരു ബുക്കിലാണ് എഴുതി വെക്കാറ്. പക്ഷേ ഈ ഒരു ബുക്ക് ഇപ്പോൾ കൈകൊണ്ട് തൊട്ടിട്ട് കുറേ കാലമായി. അപ്പം ഇന്ന് ഈ ഒരു ബുക്ക് എടുത്തിട്ട് എനിക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു നൊസ്റ്റു. ഇന്ന് ടു ഡു ലിസ്റ്റിൽ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് നോട്ട്ബുക്ക്, ഒരു ഇംഗ്ലീഷ് നോട്ട്ബുക്ക് കുറച്ച് പേജസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. വേറെ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഇപ്പോൾ ഡ്രോയിങ് അല്ല, ഈ ടൈപ്പോഗ്രഫി കാര്യങ്ങളൊക്കെ വരയ്ക്കണം. ഇങ്ങനൊരു പ്രിൻ്റ് ഔട്ട് തരും. ലൈക്ക് ഇത് 3rd ലെവലാണ്. ഫസ്റ്റ് 2 ക്ലാസ്സിൽ വേറെ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തന്നത്. ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ് തന്നത്. ഇതിലുള്ളതുപോലെ നമ്മൾ ചെയ്യണം. വേറെ A4 ഷീറ്റിൽ നമ്മൾ വരയ്ക്കണം. എനിക്ക് ചെയ്ത് വെച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് തന്നെ കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കുത്ത് കോമാന്ന് പറഞ്ഞിട്ട് കുറേ വരയ്ക്കാനുണ്ട്. അതൊക്കെ ഇവിടെ കൊള്ളുമെന്നൊക്കെ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ സ്പേസിലൊക്കെ കൊള്ളുമെന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ചെയ്തു നോക്കണം. അത് അതിന് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം. സാധാരണ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം ഇങ്ങനെ ബാക്കിലാണ് വെളിച്ചം, ഇവിടെയാണ് ട്യൂബ് ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് ഇരുന്ന് സംസാരിച്ചാലാണ് ലൈറ്റ് വരുള്ളൂ. ഇങ്ങനെ ഇരുന്നാലും എനിക്ക് ലൈറ്റ് കിട്ടൂല. അപ്പം ഇപ്പം സംസാരിക്കുമ്പം ഒരു റിംഗ് ലൈറ്റ് ഒന്നും വെച്ച് എഫക്റ്റ് ഇല്ലെങ്കിലും ചെറിയൊരു ലൈറ്റ് ഫേസിലേക്ക് അടിക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഇങ്ങനൊരു സെറ്റപ്പ് വേണമെങ്കിൽ തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇതാണ് സെറ്റപ്പ്. അവിടെ ഞാൻ ക്യാമറ വെക്കും. ഇവിടെ 2 ഹൈറ്റിന് വേണ്ടിയിട്ട് 2 ബോക്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ലാമ്പ് വേണം കേട്ടോ. ലാമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വേണം. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ ഫേസിലേക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു തട്ടിക്കൂട്ട് ലൈറ്റ് സെറ്റപ്പ്. അപ്പം എങ്ങനെയുണ്ട്? ഇതിപ്പോൾ വന്ന ഐഡിയ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നൊക്കെ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം എഡിറ്റിങ്ങിൽ വലിയ പ്രോബ്ലം വരുന്നില്ല. എനിക്ക് എഡിറ്റിങ്ങിൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഭയങ്കര പ്രശ്നം. കുറേ ടൈം എടുക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ. ചില സമയം ഭയങ്കര ഈസി ആയിട്ട് വേഗം റെഡിയായി പോകും. പക്ഷേ ചില സമയത്ത് ഞാൻ അത്രയും ടൈം എടുക്കും. അപ്പം ഇങ്ങനെ വോയിസ് ഓവർ അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത ക്ലിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതി. എഡിറ്റിങ് ഈസി ആയിട്ട് കഴിയും. അപ്പം കഴിയുന്നതും ഇങ്ങനെ പറഞ്ഞ് ചെയ്തൊക്കെ നോക്കാം. എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതിൽ ഈ പബ്ലിക് സ്പീക്കിങ്, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്, അതൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ബാക്കി വർക്കൊക്കെ ചെയ്യാം. അതുപോലെ ഈ ഒരു ബാഗാണ് ഞാനിപ്പോൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ എസ്തെറ്റിക്കിന് ചേരാത്തൊരു ബാഗാണിത്. എസ്തെറ്റിക്കിന് ചേരാത്തെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ സൈഡ് ബാഗ് എടുക്കും, അല്ലെങ്കിൽ മറ്റേ ഞാൻ സാധാരണ എടുക്കുന്ന ഒരു ബാഗില്ലേ, 2 സൈഡ് ഇടുന്ന ബാക്ക് പാക്ക് തന്നെയാണ്, അതെടുക്കും. അതൊക്കെ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഈ ബാഗ് എന്താ പറയുക, എനിക്കിഷ്ടമല്ല. പക്ഷെ ലാപ്ടോപ്പ് എടുക്കേണ്ടത് കൊണ്ടാണ് ഈ ബാഗും എടുത്ത് പോകുന്നത്. ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ച സമയത്ത് ബാഗ് കിട്ടിയില്ല. അപ്പം ഞാൻ മറ്റേ ഒരു ബ്ലാക്ക് സൈഡ് ബാഗിലാണ് ലാപ്ടോപ്പ് ഇട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് ലാപ്ടോപ്പ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് അതിൽ കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ ഞാൻ ഈ ഒരു ബാഗ് പുറത്തുനിന്ന് വാങ്ങിച്ചു. പക്ഷെ എന്താ പറയുക, ഇപ്പം ഞങ്ങൾക്ക് യൂണിഫോം കിട്ടിയിട്ടോ. ഇപ്പം ഷർട്ട് പാൻറ് അതൊക്കെയാണ് യൂണിഫോം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബാഗൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി എന്തോ
എന്തോ വർക്കിന് പോകുന്ന പോലെ തന്നെ ഉണ്ട്. എന്നാലും എനിക്കെന്തോ റെഡി ആവാത്ത പോലെ. ഞാൻ യൂണിഫോമൊക്കെ ഇടുന്നൊരു ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമല്ലോ, അപ്പം നമുക്ക് കാണാം യൂണിഫോം എന്താന്നൊക്കെ. അപ്പം ഇതാണ് എൻ്റെ ബാഗ്, ഈസ്തറ്റിക്കിന് ചേരാത്ത എൻ്റെ ബാഗ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് നോട്ട് കംപ്ലീറ്റ് ആക്കണം. അത് തന്നെ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ എഴുതി ഒരു റഫ് നോട്ടിലാക്കി എഴുതി വെച്ചതുണ്ട്. പിന്നെ കുറച്ച് നോട്ട്സ് ഫോട്ടോ എടുത്തതും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് എഴുതാനുള്ളത് നോക്കി നോക്കി എഴുതുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് എഴുത്ത് നടക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ പാട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് അഡിക്റ്റ് ആയിട്ടുള്ള പാട്ട് മറ്റേ ഡ്യൂഡ് സിനിമയിലെ പാട്ടാണ്. അപ്പം ഞാൻ അതൊക്കെ സൈഡിലായിട്ട് വെച്ചിട്ട് നോട്ടെഴുത്ത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെ പഠിക്കുന്നതോ അല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പം ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു നൊസ്റ്റ് പഠിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്, ഡിന്നർ കഴിക്കേണ്ട സമയമായി. എന്താണെന്നറിയില്ല, ഇന്ന് രാത്രി ആയപ്പം വലിയ വിശപ്പൊന്നുമില്ല, ഹെവി ആയിട്ട് ഒന്നും വേണ്ട. അപ്പോൾ വീട്ടിൽ ആപ്പിൾ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ആപ്പിൾ കഴിക്കേണ്ട സമയത്ത് ഫ്രണ്ട്സിനെ വീഡിയോ കോളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ കഴിക്കലും വീഡിയോ കോളും ഒക്കെ അങ്ങനെ നടന്നുപോയി. അപ്പം ഞാൻ ഇംഗ്ലീഷിലെ കുറച്ച് പേജസൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വരയ്ക്കാനുള്ളത്, എനിക്ക് വരയ്ക്കാനൊരു മൂഡില്ല. അപ്പം ഞാനത് വരയ്ക്കുന്നില്ല. ഇനിയിപ്പം എന്താ ചെയ്യുക, വരയ്ക്കാൻ മൂഡില്ലാത്തതുകൊണ്ട് വരയ്ക്കണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വേറെ എന്തെങ്കിലും എന്താപ്പം ചെയ്യാമെന്ന് ആലോചിച്ച് എന്താപ്പം ചെയ്യാമെന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്കിയൊന്ന് വരച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പിക്ചറാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈന് പോലെ ഞാൻ ആ റൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഇത്രയൊക്കെ ആവുന്നുള്ളൂ. ഇത്രയും വലിയ വർക്ക് ബിഗിനറിന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റിലത്തെ 2 ഭയങ്കര ഈസി ആയിരുന്നു ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ ഇത് കുറച്ച് ടാസ്ക്കാണ്. ഫ്രണ്ട് ക്യാമിൽ കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഡു വാട്ട് യു ലൈക്ക് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതാണ് ഞാൻ ഇപ്പുറത്ത് എഴുതാൻ നോക്കിയിട്ടുള്ളത്. കുഴപ്പമില്ലല്ലോ. ഈ സംഭവങ്ങളൊക്കെ വരയ്ക്കാനാണ് ബുദ്ധിമുട്ട്. കണ്ടോ, ഞാൻ WMലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വരച്ചു നോക്കാം. നമ്മുടെ വർക്ക് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, കുറച്ച് ചെയ്ത് നോക്കി. ലൈക്ക് അവിടെ ഇവിടെയൊക്കെ ഉള്ള പാറ്റേണൊക്കെ നോക്കി വരയ്ക്കാൻ നോക്കി. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു മൂഡ് കിട്ടുന്നില്ല. സമയം എത്രയായി? സമയം 9:45 ആയിട്ടുണ്ട്. ഇംഗ്ലീഷ് നോട്ട് കാര്യങ്ങളൊക്കെ എഴുതിയതുകൊണ്ട് ഇനി വരയ്ക്കാനുള്ളൊരു മൂഡില്ല. പിന്നെ ഇത് നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യണം എന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യുക, ഈ ജേർണലിങ് ചെയ്താലോ? പുതിയ ജേർണൽ സപ്ലൈസൊക്കെ വാങ്ങിച്ചിട്ടുമുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടുമില്ല. അപ്പം ഒരു സ്പ്രെഡ് ചെയ്താലോ? നമുക്കൊരു ജേർണൽ സ്പ്രെഡ് ചെയ്യാം. ജേർണലിംഗ് ഒക്കെ ചെയ്യാം, പക്ഷെ ഫസ്റ്റ് ടേബിൾ വൃത്തിയാക്കണം. ഞാനിപ്പം കറക്റ്റായിട്ട് ടേബിൾ വൃത്തിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും കുറച്ച് പുതിയ സംഭവങ്ങളൊക്കെ ടേബിളിലേക്ക് വന്നതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഈ ലൈറ്റ് അവൻ്റെ മേലെ വെച്ചപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് വരുന്നുണ്ട് ടേബിളിൻ്റെ അങ്ങനെ കാണാൻ. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്.
ഈ ഒരു സ്പ്രെഡ് എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല, ഇൻസ്പോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടുമില്ല. കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കാണിച്ച എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇതാണ് കയ്യിൽ കിട്ടിയത്. അപ്പം ഇതെടുത്ത് സൈഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നത്തെ ഡേറ്റും സൈഡിലായിട്ട് എഴുതിയിട്ട് തോട്ട്സ് കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് പേജിൽ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വർക്ക് ചെയ്യാനുള്ളത് വർക്ക് ചെയ്തു. നോട്ട്സ് കുറേ ആയി ഞാൻ കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് ചെയ്യാണ്ട് ഞാനിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അത് ചെയ്തു. വരയ്ക്കാൻ ഞാൻ ട്രൈ ചെയ്തു, ലൈക്ക് കുറച്ചൊക്കെ വരച്ചു നോക്കി. പിന്നെ ജേർണലിങ് ചെയ്തു. എന്തായാലും അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിരുന്നു ഇന്ന്. അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ്. ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് പ്രൊഡക്റ്റീവ് ആയത്. അല്ലെങ്കിൽ ക്ലാസ് വിട്ട് കഴിഞ്ഞ് വർക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിടന്നുറങ്ങും, അല്ലെങ്കിൽ റീൽസ് കാണും. ഇന്ന് ഞാൻ എന്നാലും ഫോണൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ന് പ്രൊഡക്റ്റീവായിരുന്നു. ഇനിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമുക്ക് കാര്യമായിട്ട് എടുക്കാനുള്ളത്. അപ്പം അതും ഞാൻ വൈകാതെ എടുക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.